ഹായ്, ഇറ്റ്സ് മീ മെർലിൻ. ഞാനും പപ്പയും മമ്മിയും ആദംകുട്ടനും എൻ്റെ ആൻറ്റിമാരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ വൈകുന്നേര സമയമായപ്പോൾ പള്ളി പെരുന്നാളിന് പോകുന്ന കാഴ്ചയായിട്ടേ കാണുന്നത്. ഒത്തിരി ലേറ്റായി സത്യം പറയാമല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളീൻ്റെ ഒരു അവസാന ഒരു ആശീർവാദത്തിന് തൊട്ട് മുന്നെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക കേട്ടോ. സോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം നൊവേന ഒക്കെ തുടങ്ങാൻ വേണ്ടി ആയിട്ടുണ്ടായിരുന്നു. മമ്മി പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ലേറ്റായി പോയായിരുന്നു കേട്ടോ. അതാണ് ആക്ച്വലി ഞങ്ങൾ ലേറ്റായതിൻ്റെ കാരണം തന്നെ. സോ അതിന് ശേഷം നമുക്ക് പള്ളിയിൽ ആശീർവാദവും കാര്യങ്ങളും നൊവേനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രദക്ഷിണം തുടങ്ങി. ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അധികം ദൂരമൊന്നും പോകാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അധികം മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. സോ ഞങ്ങളിങ്ങനെ പ്രദക്ഷിണത്തിൻ്റെ കൂടെ പോകാം കേട്ടോ. ഒത്തിരി ബലൂണും കളിപ്പാട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പോകുന്ന വഴിക്കൊക്കെ വീടുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദംകുട്ടന് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി പോയി കേട്ടോ. ആദംകുട്ടന് കളിപ്പാട്ടം വാങ്ങാൻ മാത്രമല്ല, അവർ കച്ചവടത്തിന് വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കൂടി ആവുമല്ലോ. ഞങ്ങൾ 2 ബലൂണും 2 വാട്ടർ ഗെയിമിൻ്റെ സാധനം കൂടി കേട്ടോ വാങ്ങി. ഒരു മൊബൈൽ ഫോൺ ടൈപ്പ് ഇരിക്കുന്നത്. സോ ഇവർക്കൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ആവും. കാരണം ആദംകുട്ടനും ഞങ്ങളുടെ റയാൻ ബേബിക്കും കൂടി ആയിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. പള്ളിയും ഈ ആൾക്കാരെയും ഒക്കെ അലങ്കരിക്കുവാൻ വേണ്ടി സഹകരിച്ച നമ്മുടെ SH ഗവൺമെൻറ് സിസ്റ്റേഴ്സ്, മതഅധ്യാപകരായ അവരെ ഓർക്കുന്നു. പള്ളിയുടെ പരിസരത്ത് പന്തലത്തെ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ അംഗങ്ങളെല്ലാവരെയും നമുക്ക് ഓർക്കുന്നു. നേർച്ച ഭക്ഷണത്തിന് വേണ്ടി പേര് പറയാൻ ആഗ്രഹിക്കാത്ത വിശ്വാസികൾ പലരും അതിനുവേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടിക്കും ശേഷം നമുക്കവിടെ നേർച്ച ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. സോ നേർച്ച ഭക്ഷണം നെയ്ച്ചോറും ബീഫും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ആസ്വദിച്ച് തന്നെ കഴിച്ചു. നല്ല അടിപൊളി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നേർച്ച ഭക്ഷണം. സോ ഞങ്ങളതെല്ലാം കഴിച്ച് എല്ലാം കണ്ട് ആസ്വദിച്ച് എല്ലാവരെയും കണ്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ. എല്ലാവരും ഞങ്ങൾ കണ്ട് മതിവോളം വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സാവകാശം ഓരോ ചോക്കോബാറും കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുന്നത്. അച്ഛൻ പ്രത്യേകം ചോക്കോബാർ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, മിഷൻ ലീഗ് പിള്ളേർ വിൽപ്പന നടത്തുന്ന ചോക്കോബാർ ആയിരുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു സഹായവും കാര്യങ്ങളൊക്കെ ആവുമല്ലോ എന്നും കരുതി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദംകുട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, അത് വിടത്തില്ല. അതുകൊണ്ട് ആദംകുട്ടിന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി 2 ബലൂണും കയ്യിൽ പിടിച്ച് ഞാൻ പാർക്കിംഗ് ഏരിയയിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയെ കയറി അങ്ങനെ വീട്ടിലേക്ക് യാത്ര ആയിട്ടോ തിരിച്ച്. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.